എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നിൻമിനിലെ കാഴ്ചകളാണ് കണ്ടത്. ഈ വീഡിയോയിൽ വിയറ്റ്നാമിലെ സെൻട്രൽ സൈഡായ ദനാങ്ങിലെ കാഴ്ചകളാണ്. ഹാനോയിൽ നിന്നും ഫ്ലൈറ്റ് വഴിയാണ് ദനാങ്ങിൽ വന്നത്. ഏകദേശം 765 കിലോമീറ്റർ ഉണ്ട് ഹാനോയിൽ നിന്നും ദനാങ് വരേക്കും. ബസ്സിലോ കാറിലോ ആണ് വരുന്നത് എങ്കിൽ 2 ദിവസമെങ്കിലും എടുക്കും. കൂടാതെ ഒരു ദിവസത്തെ താമസം പിന്നെ ട്രാവൽ എക്സ്പെൻസ് എല്ലാം കൂടി നല്ല തുകയാകും. അതുകൊണ്ട് ഫ്ലൈറ്റ് തന്നെയാണ് നല്ലത്. 20 മിനിറ്റ് കൊണ്ട് ദനാങ്ങിൽ എത്തുകയും ചെയ്യാം. അന്നത്തെ ദിവസം സൈറ്റ് സീയിങ്ങിന് പോവുകയും ചെയ്യാം. ഹാനോയിൽ നിന്നും ദനാങ്ങിലേക്ക് ചീപ്പായിട്ടുള്ള ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾ ലഭ്യമാണ്. ഫ്ലൈറ്റ് ഇറങ്ങിയ ശേഷം നേരെ ഹോട്ടലിലേക്കാണ് പോയത്. ദനാങ് ബീച്ച് സൈഡിനായിട്ടുള്ള ഹെലീന ഹോട്ടലിലാണ് റൂം എടുത്തത്. ഒരു ദിവസത്തേക്ക് 3000 രൂപയ്ക്ക് അടുത്തായി വാടക. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മീൽ പ്ലാൻ ആണ് എടുത്തത്. ഹോട്ടലിൽ നിന്നും ബീച്ചിലേക്ക് ഏകദേശം 100 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. ബീച്ചിലേക്ക് പോകുന്ന വഴിയിൽ നിരവധി റെസ്റ്റോറൻറ്റുകൾ ഉണ്ട്. റെസ്റ്റോറൻറ്റിന് പുറത്ത് വാട്ടർ ടാങ്കുകളിലായി വിവിധ ഇനം ജീവനുള്ള മത്സ്യങ്ങൾ ഉണ്ട്. ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ അവർ അത് കുക്ക് ചെയ്തു തരും. ദനാങ് സിറ്റി വളരെ വൃത്തിയുള്ളതും അച്ചടക്കത്തോടു കൂടിയുള്ള ആളുകളുടെ പെരുമാറ്റവും കൂടി ഉള്ളതാവുമ്പോൾ ശാന്തമായ അന്തരീക്ഷം തന്നെയാണ് എവിടെയും. റോഡിൽ ആളുകൾ വണ്ടികൾ ഓടിക്കുന്നതും അതുപോലെ തന്നെ. ഇവിടുന്ന് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് RTOയിൽ നിന്നും എടുത്തിട്ട് പോവുകയാണെങ്കിൽ ബൈക്ക് റെന്റിന് എടുത്ത് സ്ഥലങ്ങൾ കാണാൻ പോകുന്നതായിരിക്കും ലാഭകരം. 500 രൂപയ്ക്ക് മുകളിലോട്ട് മോട്ടോർ സൈക്കിളുകൾ വാടകയ്ക്ക് ലഭിക്കും. ആരുടെയെങ്കിലും ഒരാളുടെ പാസ്പോർട്ട് അവിടെ കൊടുക്കണം. അത്ര മാത്രമേ ഉള്ളൂ. വിയറ്റ്നാമിൽ അതിവേഗം വികസനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന നഗരങ്ങളിൽ ഒന്നാണ് ദനാങ്. വളരെ വൃത്തിയുള്ളതും ആധുനികവുമായ അടിസ്ഥാന സൗകര്യങ്ങൾ, മനോഹരമായ ബീച്ചുകൾ, സമ്പന്നമായ സാംസ്കാരിക പൈതൃകം എന്നിവയ്ക്ക് പേരുകെട്ട സ്ഥലം കൂടിയാണ്. ഹോയ് ആൻഡ് ബാന ഹിൽസ് തുടങ്ങിയ പ്രശസ്തമായ സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശന കവാടം എന്ന നിലയിലും ഇവിടെ പ്രസിദ്ധമാണ്. ദനാങ്ങിൽ 500 രൂപയ്ക്ക് ഹോസ്റ്റലിൽ തുടങ്ങി ഹൈ ലക്ഷറി ആയിട്ടുള്ള റിസോർട്ടുകൾ വരെ ലഭ്യമാണ്. മാസവാടകയ്ക്കാണെങ്കിൽ 1 BHKയിൽ തുടങ്ങി 3 BHK വരെയുള്ള ബഡ്ജറ്റ് ലക്ഷറി അപ്പാർട്ട്മെന്റുകൾ വരെ ടൂറിസ്റ്റുകൾക്കായി ഇവിടെ ലഭിക്കും. ദനാങ്ങിലെ പോപ്പുലർ ആയിട്ടുള്ള ഡെസ്റ്റിനേഷനുകളിൽ വരുന്നതാണ് മൈക്കൈ ബീച്ച്. അവിടേക്കാണ് ഇപ്പോൾ പോകുന്നത്. കൂടാതെ മാർബിൾ മൗണ്ടൻ, ചുണ്ണാമ്പ് കല്ലുകളുടെയും മാർബിൾ കുന്നുകളുടെയും ഒരു കൂട്ടം. ബാന ഹിൽസ്. വിയറ്റ്നാം എന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ഫോട്ടോ ബാന ഹിൽസിലെ കോവാങ് ആയിരിക്കും. അതൊരു കാൽനട പാലമാണ്. വലിയ കൈപ്പത്തിയുള്ള തൂണുകൾ, അതിലൂടെ പോകുന്ന പാലം. കൂടാതെ കേബിൾ കാറുകളും ഫ്രഞ്ച് കോട്ടയും സ്ട്രീറ്റും അവിടെ കാണാം. സോൺട്ര പെനിൻസുല, മൊങ്കി മൗണ്ടൻ എന്നറിയപ്പെടുന്ന അവിടെ വിയറ്റ്നാമിലെ ഏറ്റവും ഉയരം കൂടിയ ലേഡി ബുദ്ധയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നു. ഡ്രാഗൺ ബ്രിഡ്ജ്. ഹാൻ നദിക്ക് കുറുകെയുള്ള വിയറ്റ്നാമിലെ ഐക്കണിക് പാലമാണിത്. ഡ്രാഗന്റെ ഷേപ്പിലാണുള്ളത്. പ്രത്യേക ദിവസങ്ങളിലും വാരാന്ത്യ രാത്രികളിലും ഇവിടെ വന്നാൽ ഡ്രാഗൺ തീ തുപ്പുന്നത് കാണാം. ഹാൻ മാർക്കറ്റ്, ലോക്കൽ ഷോപ്പിങ്ങിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം. ഹോയ് ആൻ ലാൻഡേൺ സിറ്റി എന്ന പേരുകേട്ട സ്ഥലമാണ്. അവിടെ ചെന്നാൽ എവിടെ നോക്കിയാലും ലാൻഡേൺസുകൾ കാണാം. വിയറ്റ്നാമിലെ ഒരു പുരാതന നഗരം കൂടിയാണ്. കൂടാതെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. രാത്രി സമയം വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളിൽ ഒന്നാണ് ഇവിടെ. ദനാങ്ങിൽ വന്നാൽ ഈ സ്ഥലങ്ങൾ കാണാതെ പോകരുത്. അടുത്ത വീഡിയോയിൽ ഈ സ്ഥലങ്ങളിലെ പ്രത്യേക വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. മിസ്സാക്കാതെ കാണണം. മൊബൈൽ റെസ്റ്റോറൻറ്റുകൾ മിക്കവാറും എല്ലായിടങ്ങളിലും കാണാം. വിയറ്റ്നാമിൽ ഫുഡ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് തോന്നിയത്. ഞങ്ങളുടെ മീൽ പ്ലാൻ അനുസരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. ബാക്കി 2 നേരം പുറത്തുനിന്നാണ്. ഞങ്ങൾ ഹോട്ടലിന് പുറത്ത് ഒരു തട്ടുകടയിൽ നിന്നുമാണ് കഴിച്ചത്. ബണ്ണി ഓർഡർ ചെയ്തു. വിയറ്റ്നാമിലെ ഒരു ജനപ്രിയ സാൻഡ്വിച്ചാണ് ബണ്ണി. 2 ബണ്ണി കഴിച്ചാൽ ഒരു നേരത്തേക്കായി. പണ്ട് ഫ്രഞ്ചുകാർ വിയറ്റ്നാമിൽ ഉണ്ടായിരുന്ന സമയത്തെ സാൻഡ്വിച്ച് വിയറ്റ്നാമീസ് സ്റ്റൈലിലേക്ക് പരിവർത്തനം ചെയ്തതാണ് ബണ്ണി. വെള്ളരിക്ക, ക്യാരറ്റ്, മല്ലിയില, സവാള തുടങ്ങിയ പച്ചക്കറികൾക്കൊപ്പം ഗ്രിൽ ചെയ്ത ചിക്കൻ, പോർക്ക്, ബീഫ് തുടങ്ങിയ വിവിധ ചേരുവകൾ നിറച്ച് ബണ്ണിൽ ഫിൽ ചെയ്ത് ഗ്രിൽ ചെയ്തെടുക്കുന്നതാണ് ഈ ഐറ്റം. ഒരു ബണ്ണിക്ക് 10,000-നും 30,000-നും ഡോങ്ങിൻ ഇടയിൽ വില വരും. അതായത് 35-നും 100-നും ഇടയിൽ. വിയറ്റ്നാമിലെ തീരെ വിലക്കുറഞ്ഞ ഫുഡ് ഇതാണ്.
ചിലവ് ചുരുക്കി ട്രാവൽ ചെയ്യുന്നവർക്ക് ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അടുത്ത വീഡിയോയിൽ ദനാങ്ങിലെ ഓരോ പ്രധാന ഡെസ്റ്റിനേഷനുകളിലെ കാഴ്ചയുമായി വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.